സുഹൃത്തുക്കളെ, പുരോഗമന നിലപാടുകളാൽ ജനപ്രിയനായി തീർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ശത്രുവായിരുന്നു. അദ്ദേഹം കൈക്കൊണ്ട പല നിലപാടുകളും നടത്തിയ പല പ്രസ്താവനകളും സഭയുടെ 4 തൂണുകളെയും ബലഹീനമാക്കി എന്ന വിമർശനം സഭയുടെ അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായിരുന്നു. ഈ വിമർശനങ്ങൾ എന്തെല്ലാമാണെന്നും അതിനെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ആദ്യമായി അദ്ദേഹം ബലഹീനമാക്കി എന്ന് ആരോപിക്കപ്പെടുന്ന 4 തൂണുകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. ഒന്ന്, കത്തോലിക്ക സഭയുടെ ലോക വീക്ഷണമാണ്. അതിനെ അദ്ദേഹം എതിർത്തു എന്നുള്ളതാണ്. രണ്ടാമത്, പുരോഹിതന്മാരുടെയും പുരുഷന്മാരുടെയും മേധാവിത്വം സഭയുടെ ശക്തിയുടെ ഒരു സ്രോതസ്സായിരുന്നു. അതിനെ അദ്ദേഹം എതിർത്തു. മൂന്നാമതായി, വിശ്വാസത്തെ അടിത്തറയെ അദ്ദേഹം ചോദ്യം ചെയ്തു. നാലാമതായി, സഭയുടെ കെട്ടുറപ്പിനെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുന്ന ചില നടപടികൾ അദ്ദേഹം കൈക്കൊണ്ടു. ഇതിൽ ഓരോന്നും പരിശോധിക്കാം. സാമ്പത്തിക രാഷ്ട്രീയ ഘടനകളുടെ നന്മതിന്മകൾ നിശ്ചയിച്ചുകൊണ്ടിരുന്നത് കത്തോലിക്ക സഭയാണ്. അതിനുള്ള അവകാശവും അറിവും അധികാരവും സഭയ്ക്കാണ് എന്ന് ശക്തമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ലോകം ഉരുണ്ടതാണ് എന്ന്, ഭൂമി ഉരുണ്ടതാണ് എന്ന് ഗലീലിയോ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തടവിലാക്കിയത്. എന്നാൽ സഭയുടെ ലോകവീക്ഷണത്തെ ചോദ്യം ചെയ്യുന്ന പല സമീപനങ്ങളും പ്രസ്താവനകളും അദ്ദേഹം നടത്തുകയുണ്ടായി. അതിൽ ചിലത് പരിശോധിക്കാം. ഒന്ന്, മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം വർദ്ധിച്ചു വരുന്ന അസമത്വം ആണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മറ്റൊന്ന്, മുതലാളിത്ത വ്യവസ്ഥ അസമത്വവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇത് വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഓഹരിക്കമ്പോളത്തിൽ വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുമ്പോൾ പട്ടിണി മൂലം മനുഷ്യൻ തെരുവുകളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തയാക്കുന്നില്ല. മേധാവിത്വത്തെ സംബന്ധിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്ത മറ്റൊരു കാര്യം. അമേരിക്കയുടെ മേധാവിത്വപരമായ ഇടപെടലുകളും സൈനിക ഇടപെടലുകളെയെല്ലാം അദ്ദേഹം എതിർത്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പാലസ്തീനിൽ നടത്തിയ അധിനിവേശത്തെ അടുത്ത സമയത്തും ശക്തമായി അദ്ദേഹം എതിർക്കുകയുണ്ടായി. കമ്മ്യൂണിസത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് മറ്റൊന്ന്. അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി: ഞാൻ യേശുവിന്റെ പാതയിലാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും ആ പാതയിൽ നടക്കുകയാണെങ്കിൽ അവർ ക്രിസ്ത്യാനികൾ ആകാതിരിക്കുവാൻ നിവൃത്തിയില്ല. മറ്റൊന്ന്, കുടിയേറ്റക്കാരോടുള്ള സമീപനമായിരുന്നു. യൂറോപ്പിൽ ആകമാനം കുടിയേറ്റക്കാരെ ബഹിഷ്കരിക്കുന്ന സമീപനം കൈക്കൊണ്ടപ്പോൾ അദ്ദേഹം കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണം എന്ന ഉറച്ച നിലപാട് ആണ് കൈക്കൊണ്ടത്. ഇതെല്ലാം കത്തോലിക്ക സഭയുടെ ലോകവീക്ഷണം, സാമ്പത്തിക രാഷ്ട്രീയ ക്രമം എന്തായിരിക്കണമെന്ന് സഭ പുലർത്തിക്കൊണ്ടുപോകുന്ന അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. രണ്ടാമത്തെ വിഷയം, പുരുഷ മേധാവിത്വം, പുരോഹിത മേധാവിത്വം. അൽമായക്കാർ സഭയിലെ പുരോഹിതന്മാർക്കൊപ്പം പ്രാധാന്യമുള്ളവരാണെന്നും അവർക്കൊപ്പമായി അവരെ അംഗീകരിക്കണം എന്നും പല പ്രാവശ്യം അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അതിലൊക്കെ ഉപരിയായി വത്തിക്കാനിൽ ഒരു ഗവർണറായി ഒരു കന്യാസ്ത്രീയെ ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹം നിയമിച്ചു. അതേവരെ പുരോഹിതന്മാർ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാനമായിരുന്നു ഇത്. ഈ പ്രസ്താവനയും നടപടിയും പുരുഷ മേധാവിത്വത്തെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുന്ന സമീപനം ആയിരുന്നു. അടുത്തത് വിശ്വാസത്തിന്റെ മേഖലയാണ്.
ചില ശ്രദ്ധേയമായ ചില സമീപനങ്ങളാണ് അദ്ദേഹം ഇവിടെ കൈക്കൊണ്ടത്. ഒന്ന്, സ്വർഗാനുഭാവികളായ അവർക്ക് പുരോഹിതന്മാർ ആകാം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്വർഗഭോഗികളായ ആളുകൾ തമ്മിൽ നടക്കുന്ന വിവാഹത്തെ ആശീർവദിക്കാം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അതിലൊക്കെ ഉപരിയായി ട്രാൻസ്ജെൻഡറുകൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചു. എല്ലാ സഭകളും, കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ സഭകളും കൈക്കൊണ്ടുപോയിരുന്ന ഒരു സമീപനമാണ് ട്രാൻസ്ജെൻഡർ ദൈവ സൃഷ്ടിയല്ല. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ വിശ്വാസം കൈക്കൊള്ളുമ്പോൾ അവർ വേദപുസ്തകത്തിലെ അടിസ്ഥാന തത്വത്തെ നിരാകരിക്കുകയാണ്. അതായത് എല്ലാ സൃഷ്ടികളെയും, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്, എല്ലാ മനുഷ്യരും എല്ലാ ചരാചരങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന വിശ്വാസത്തെ എതിർക്കുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ സഭകളെല്ലാം കൈക്കൊണ്ടുപോകുന്നത്. ഇവിടെ അദ്ദേഹം മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ദൈവത്തിന്റെ സൃഷ്ടി അല്ലെങ്കിൽ അല്ല എന്ന് പറയുവാൻ എനിക്കെങ്ങനെ കഴിയും? കത്തോലിക്ക സഭ അല്ലെന്ന് പറയുന്നു, പക്ഷെ എനിക്കെങ്ങനെ കഴിയത്തില്ല. അതുകൊണ്ടൊരു മറു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അവർ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, പിന്നെ ആരുടെ സൃഷ്ടിയാ? ആ ചോദ്യം ദൈവത്തിന്റെ അപ്രമാദിത്വത്തെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാം ചുരുക്കത്തില് വിശ്വാസം എന്നത് റീസണുമായിട്ട് യോജിക്കുന്നതായിരിക്കണം, പൊരുത്തപ്പെടുന്നതായിരിക്കണം എന്ന സമീപനത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി പുരോഹിതന്മാരുടെ ലൈംഗിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടില്ലപ്പെട്ട ഒരു സമീപനമാണ് സഭാ നേതൃത്വം എല്ലാ കാലത്തും പുലർത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ആ വിഷയത്തിൽ തൊട്ടാൽ സഭയുടെ ഘടനയ്ക്ക് ദോഷമാകും, സഭയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ദോഷമാകും, വിശ്വാസ്യത അപകടപ്പെടും. എന്നാൽ ഈ വിഷയത്തിൽ വളരെ കർശനമായ ഒരു സമീപനമാണ് മാർപ്പാപ്പ കൈക്കൊണ്ടത്. അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ വിഷയം അന്വേഷിക്കുവാൻ കമ്മീഷനുകളെ ആക്കി. കമ്മീഷന്റെ കണ്ടെത്തലുകൾ രഹസ്യമാക്കാതെ പരസ്യമാക്കി. അതിൽ കുറ്റക്കാരായി കണ്ട പുരോഹിതന്മാരെയും ബിഷപ്പന്മാരെയും ശിക്ഷിച്ചു. ഡസൻ കണക്കിന് ബിഷപ്പന്മാരെയും ആയിരക്കണക്കിന് പുരോഹിതന്മാരെയുമാണ് അവരുടെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത്. എന്ന് മാത്രമല്ല, അവരുടെ ലൈംഗിക ചേഷ്ടയ്ക്ക് ഇരയായ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി സഭയുടെ സമ്പത്ത് ഉപയോഗിച്ചു. ദശകോടിക്കണക്കിന് ഡോളറാണ് പല ഭദ്രാസനങ്ങളും അതിനുവേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് പല ഭദ്രാസനങ്ങളും പാപ്പരായി. ഇതെല്ലാം ചുരുക്കത്തില് ഈ സമീപനങ്ങളെല്ലാം സഭയുടെ ഭദ്രതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വിശ്വാസത്തിന്റെ ഭദ്രതയ്ക്കും ഒക്കെ കോട്ടമുണ്ടാക്കുന്നതാണ് എന്ന് ശക്തമായി അധികാര കേന്ദ്രങ്ങൾ പ്രതിഷേധിച്ചു. പക്ഷെ അവര് വളരെ തന്ത്രപൂർവ്വമാണ് ഇത് കൈകാര്യം ചെയ്തത്. കാരണം സഭയുടെ ഘടനയനുസരിച്ച് പോപ്പിന് ഇതൊക്കെ പറയാം, പക്ഷേ താഴേക്ക് ഈ അഭിപ്രായങ്ങൾ വിടണമെങ്കിൽ അതിന് മറ്റു പല വഴികളാണ്. തങ്ങളിൽ കൂടെ മാത്രമേ താഴേക്ക് പോകാനൊക്കത്തുള്ളൂ. താഴേക്ക് നടപടികൾ എടുക്കണമെങ്കിൽ തങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പോപ്പിന്റെ ആശയങ്ങൾ താഴേക്ക് പോകുന്നത് തടയുവാനും താഴെ തലങ്ങളിൽ പോപ്പിന്റെ പറഞ്ഞ നടപടികൾ ഒഴിവാക്കുവാനും ഭരണകേന്ദ്രത്തിലെ ഭരണം കൈകാര്യം ചെയ്യുന്ന ശക്തികൾ സംഘടിതമായിട്ട് പരിശ്രമിച്ചതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും സഭയെ അപകടപ്പെടുത്തിയില്ല. അങ്ങനെ തന്ത്രപൂർവമായ ഒരു സമീപനമാണ് അവർ കൈക്കൊണ്ടത്. അത് സാധിക്കുവാൻ പറ്റിയത് പ്രസിഡന്റിനെ പോലുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ പോപ്പിന്. ഭരണം നടത്തുന്നത് മറ്റ് കേന്ദ്രങ്ങളാണ്. ചുരുക്കത്തില് മാർപ്പാപ്പ സഭയുടെ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെയും ശക്തിയുടെ തൂണുകളെയും ശക്തമായി ചോദ്യം ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ആ തരത്തിലുള്ള വിശകലനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും മാധ്യമങ്ങളിൽ കൂടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച്
ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.